വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ബയോകെമിസ്ട്രി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിന്റെ ഒരു ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ. അടുത്ത പാർട്ട് വരുന്ന ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് പോളിസാക്കറൈഡ് ഹാസ് β1,4 glycosidic linkages and forms microfibrils in plant cell wall? സോ ഇതിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് സെൽ വോളിന്റെ കോമ്പോസിഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഈ ഒരു പ്ലാന്റ് സെൽ വോളിന്റെ ആ ഒരു പോയിന്റ് തന്നില്ലെങ്കിൽ നമ്മൾ ഈ ഒരു β1,4 glycosidic linkage ബേസ് ചെയ്തിട്ട് വേണം ഇതിന്റെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ആൻസർ വളരെ സിമ്പിൾ ആണ്. പ്ലാന്റിന്റെ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഏതുകൊണ്ടാണ്? സെല്ലുലോസ് കൊണ്ടാണ് അല്ലേ. അപ്പോൾ അതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ജസ്റ്റ് നമ്മൾ ഏത് കാർബോഹൈഡ്രേറ്റ് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റോ അല്ലെങ്കിൽ പോളിമറോ പഠിക്കുമ്പോഴും പോളിസാക്കറൈഡ്സോ പഠിക്കുമ്പോഴും അതിന്റെ സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടിയിട്ട് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. സോ അവ തമ്മിലുള്ള ലിങ്കേജ് ആണ് ചോദിക്കുന്നത്. മെയിൻ ആയിട്ട് ആ ലിങ്കേജ് വഴി ഫോം ചെയ്തിട്ടുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇപ്പം സപ്പോസ് ഈ ഒരു സെല്ലുലോസ് എന്ന് പറയുന്നത് സെല്ലുലോസിന്റെ മോണോമർ എന്ന് പറയുന്നത് എന്താണ്? ബീറ്റാ ഗ്ലൂക്കോസ് ആണല്ലേ. സോറി, ബീറ്റാ ഗ്ലൂക്കോസ് കൂടി ചേർന്നിട്ടാണ് ബീറ്റാ ഗ്ലൂക്കോസുകൾ തമ്മിൽ β1,4 glycosidic linkage വഴിയാണ് ഈ ഒരു സെല്ലുലോസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ആദ്യം സെല്ലുലോസ് ഉണ്ടാക്കി. ആ ഒരു സെല്ലുലോസിന്റെ കുറെ പാരലൽ ആയിട്ടുള്ള ചെയിൻസ് കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? മൈക്രോഫൈബ്രിൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു മൈക്രോഫൈബ്രിൽസ് ആണ് സെൽ വോളിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് എന്താ ഒരു പിക്ചർ ജസ്റ്റ് വരക്കാം. എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും പിക്ചർ വഴി ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും ഈ ഒരു ലിങ്കേജ് ഒക്കെ പഠിക്കുമ്പോൾ ആ ഒരു മോണോമറിന്റെ ഓരോന്നിന്റെയും മോണോമറിന്റെ എന്താ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് പഠിക്കണം. അപ്പൊ ഇങ്ങനെയാണ് സ്ട്രക്ചർ വരിക. അപ്പൊ ഇതൊരു മോണോമർ യൂണിറ്റ് ആണ്. ഇതിന്റെ ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും മറ്റ് രണ്ടാമത്തെ പോളിമർ എന്താ വന്നിട്ട് അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അപ്പൊ സെയിം ഇതേപോലെ തന്നെ ഇവിടെയും ഈ ഒരു എന്താ CH2OH H ഇവിടെ OH H H OH അങ്ങനെയാണ് വരിക. അപ്പൊ ഇതിന്റെ നമ്പറിങ് എങ്ങനെയാണ്? നമുക്ക് ഇവിടെ നിന്നല്ലേ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തെ ഗ്ലൂക്കോസിന്റെ നമ്പറിങ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഇവിടെ 1 വരും. ഓക്കെ, സോറി, ഇവിടെ 1, ഇവിടെ 2 വരും, ഇവിടെ 3, ഇവിടെ 4. ഓക്കെ, അപ്പൊ സെയിം ഇവിടെ 1 വരും, 2 വരും, 3 വരും, 4 വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഉണ്ടാകുന്നത് ഇങ്ങനെയാണല്ലോ അല്ലെ. ഇവിടെയാണല്ലോ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഇവ തമ്മിലല്ലേ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷൻ ആണ് അല്ലെ. സോറി, ഫസ്റ്റ് പൊസിഷൻ ആണ്. ഇത് ഫോർത്ത് പൊസിഷൻ ആണ്. അതാണ് β1,4 glycosidic linkage എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കാർബോഹൈഡ്രേറ്റിന്റെ ക്ലാസ് ഞാൻ എന്റെ എന്താ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പൊ വരുന്ന ദിവസങ്ങളായിട്ട് ഇൻ കേസ് ഇതിന്റെ കമന്റ് ബോക്സിലായിട്ട് പറഞ്ഞാൽ ഓരോന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് തന്നേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Statement 1, phospholipids form bilayer in aqueous environment. Statement 2 എന്ന് പറയുന്നത് this is due to the amphipathic nature. ആക്ച്വലി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ ഒരു assertion reason type ആണ്, ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ രണ്ടും ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഫോസ്ഫോലിപ്പിഡിന്റെ ബൈലെയർ എന്ന് പറയുന്നത് എന്താ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ഫോം ചെയ്യുന്നത് അക്വസ് എൻവയോൺമെന്റിൽ തന്നെയാണ്. ഓക്കെ, ആ ഒരു ഓപ്ഷൻ ശരിയാണ്. അത് അതിന്റെ ആംഫിപാത്തിക് ആയിട്ടുള്ള നേച്ചർ കൊണ്ടാണ്. അപ്പൊ എന്താണ് ഈ ഒരു ആംഫിപാത്തിക് നേച്ചർ എന്ന് പഠിക്കണം നമുക്ക് അല്ലെ. അപ്പൊ എന്താ ഈ ആംഫിപാത്തിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആംഫിപാത്തിക് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ലിപ്പിഡ് ബൈലെയർ വരക്കുമല്ലോ അല്ലെ. ലിപ്പിഡ് ബൈലെയർ വരക്കുമ്പോൾ അതിന് രണ്ട് പോർഷൻസ് ഉണ്ട് അല്ലെ. നമ്മൾ ജസ്റ്റ് എന്താ ഒരു ലിപ്പിഡ് ബൈലെയർ ഇവിടെ വരക്കാം. ഇവിടെ കുറെ വരക്കുമ്പോൾ ഇവിടെ നമ്മൾ ഒരു ഹെഡും ടെയിലും വരക്കുന്നുണ്ടല്ലോ. ഇങ്ങനെയല്ലേ നമ്മൾ സപ്പോസ് വരക്കുന്നത് അല്ലെ. അപ്പൊ അതിലൊരു ഹെഡ് റീജിയനും ഉണ്ട്, ഒരു ടെയിൽ റീജിയനും ഉണ്ട്. അപ്പൊ സാധാരണ ഇതിൽ ഒരു എന്താ ഹെഡ് റീജിയൻ എന്ന് പറയുന്നത് ടുവാർഡ്സ്, അതായത് വാട്ടർ ലവിങ് ആണ്, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ളതാണ് ഹെഡ് അല്ലെ. ഹൈഡ്രോഫിലിക് ആണ് ഹെഡ്, ഹൈഡ്രോഫോബിക് ആണ് ടെയിൽ. ഫോബിക് ആണ് ടെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിലിക് ആയിട്ടുള്ളതും ഫോബിക് ആയിട്ടുള്ള പോർഷനും രണ്ട് സ്ട്രക്ചറും ഉള്ളത് കൊണ്ടാണ് ആംഫിപാത്തിക് നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാട്ടർ എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ ഫോസ്ഫോലിപ്പിഡ്സ് വാട്ടറിൽ പ്ലേസ് ചെയ്താൽ ഈ ഒരു ഹെഡ് പോർഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ് എന്താ മൂവ് ടുവാർഡ്സ് ദ വാട്ടർ റീജിയൻ ആണല്ലോ, വാട്ടറിന്റെ റീജിയനിലോട്ട് മൂവ് ചെയ്യുന്നു. ദെൻ ഈ ഒരു ഫോബിക് ആയിട്ടുള്ള ടെയിൽ എന്ന് പറയുന്നത് വാട്ടറിന്റെ പുറത്ത് എവേ ഫ്രം ദ വാട്ടർ ആയിരിക്കും അല്ലെ. അപ്പൊ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൈ ലെയർ ഈ ഒരു അറേഞ്ച്മെന്റിലൊക്കെ ആണല്ലോ ഫോസ്ഫോലിപ്പിഡ്സ് മാറുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം എന്താ ലിപ്പിഡ് മെംബ്രെയിന്റെ ഒരു ഫോസ്ഫോലിപ്പിഡിന്റെ സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അത് ഇതിലും സെൽ മെംബ്രെയിന്റെ എന്താ ഒരു കോമ്പോസിഷൻ പഠിക്കുമ്പോൾ അതിലും വരും കേട്ടോ, മൊഡ്യൂൾ ബേസ് ആയിട്ട്.
നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് കനോട്ട് ബി സിന്തസൈസ്ഡ് ബൈ ദ ബോഡി. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്താ, രണ്ട് ടൈപ്പ് അമിനോ ആസിഡ്സ് ഉണ്ട്. എസെൻഷ്യലും ഉണ്ട്, നോൺ എസെൻഷ്യലും ഉണ്ട്. അപ്പൊ അതിൽ എസെൻഷ്യൽ എന്ന് പറയുന്നത് എന്താ, ബോഡിയിൽ നിന്ന് സിന്തസൈസ് ചെയ്യാൻ പറ്റാത്തതാണ് അല്ലെ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഡയറ്റ് വഴി സപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ഓൾ അമിനോ ആസിഡ്സ് ആർ എസെൻഷ്യൽ. ആണോ? അല്ല അല്ലെ. എസെൻഷ്യലും ഉണ്ട്, നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സും ഉണ്ട്. ഓക്കെ. Plant cannot synthesize amino acids. Plants ന് amino acids synthesize ചെയ്യാൻ പറ്റില്ല. Essential amino acids are not required in diet. ഈ ഒരു എന്താ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഡയറ്റിലൂടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യും. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏത് മാത്രമേ ഉള്ളൂ? എസെൻഷ്യൽ അമിനോ ആസിഡ്സ് cannot be synthesized by the body. അത് ഡയറ്ററി സപ്ലിമെന്റിലൂടെ തന്നെ കൊടുക്കണം എന്നാണ്. ഓക്കെ. The next ക്വസ്റ്റ്യനിലോട്ട് പോകാം. Which of the following is a ketose sugar? നമ്മൾ പല ടൈപ്പ് ആൾഡോസ് ഷുഗർ, കീറ്റോസ് ഷുഗർ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിലെ കീറ്റോസ് ഷുഗറിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഓരോ എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. കീറ്റോസ് ഷുഗർ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കീറ്റോസ് ഷുഗർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്രക്ടോസ് ആണ് ആൻസർ വരിക. അപ്പൊ എന്താണ് ഈ ഒരു കീറ്റോസ് ഷുഗർ എന്ന് പറയുന്നത്? ഒരു സിമ്പിൾ ഷുഗർ ആണ്. ഫ്രക്ടോസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഷുഗർ അല്ലേ. കീറ്റോസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഷുഗർ ആണെന്ന് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഒരു മോണോസാക്കറൈഡ് ആണെന്ന് പഠിച്ചു വെക്കുക. അതില് ഒരു കീറ്റോൺ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അല്ലെ. കീറ്റോൺ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള ആൾക്കാരെയാണ് എന്ത് നമ്മൾ പറയുന്നത്? കീറ്റോസ് ഷുഗർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് വരുന്നത് എന്താണ്? ഫ്രക്ടോസ് ആണ്. അപ്പം അതായത് ആ ഒരു ഫ്രക്ടോസ് എന്ന് പറയുമ്പോൾ ഹൈലി സോല്യൂബിൾ ആയിട്ടുള്ള ഒരു ഷുഗർ ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഫോമിൽ എന്താ സ്ട്രക്ചർ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. C6H12O6 തന്നെയാണ്. ഫ്രക്ടോസിന്റെയും ഗ്ലൂക്കോസിന്റെയും ഒക്കെ സ്ട്രക്ചറൽ ഡിഫറൻസ് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ. അപ്പൊ അതൊരു കീറ്റോസ് ഷുഗർ ആണ് എന്നും പഠിച്ചു വെക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓൾ അമിനോ ആസിഡ്സ് കണ്ടെയ്ൻ 2 അമിനോ ഗ്രൂപ്പ്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അമിനോ ആസിഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും നോക്കാം. ഒന്നാമത്തെ നോക്കിയേ. ഓൾ അമിനോ ആസിഡ്സ് കണ്ടെയ്ൻ 2 അമിനോ ഗ്രൂപ്പ്സ്. നമ്മൾ അമിനോ ആസിഡ്സിന്റെ സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അപ്പൊ ഒരു അമിനോ ആസിഡിന് ഒരു N ടെർമിനലും ഉണ്ട്, ഒരു C ടെർമിനലും ഉണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. N ടെർമിനൽ ആണ് അമിനോ ടെർമിനൽ എന്ന് പറയുന്നത്. അവിടെ അമിനോ ഗ്രൂപ്പ് ആണ് അല്ലെ. NH21 ഉണ്ടായിരിക്കുക. C ടെർമിനൽ എന്ന് പറയുന്നത് കാർബോക്സിൽ ഗ്രൂപ്പ് ആണ്. COOH ആണല്ലോ അല്ലെ. ഇതൊക്കെ ഓരോന്ന് മാത്രമേ ഉള്ളൂ. അവിടെ 2 അമിനോ ആസിഡ് ഉണ്ടോ? ഇല്ല. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തത് അമിനോ ആസിഡ്സ് ആർ ആംഫോടെറിക് ഇൻ നേച്ചർ. അപ്പൊ എന്താണ് ഈ ഒരു ആംഫോടെറിക് നേച്ചർ എന്ന് വെച്ചാൽ അമിനോ ആസിഡ്സിന് എന്താ 2 N ടെർമിനലും C ടെർമിനലും ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ആസിഡ്സിന് 2 പ്രോപ്പർട്ടി ഉണ്ട്. അതായത് അസിഡിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി, അതായത് H+നെ ഡൊണേറ്റ് ചെയ്യാനും സാധിക്കും, H+നെ ആക്സെപ്റ്റ് ചെയ്യാനും സാധിക്കും ഈ ഒരു 2 ടെർമിനൽ ഉള്ളത് കൊണ്ട്. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാമത്തെ നോക്കിയേ. അമിനോ ആസിഡ്സ് ഡു നോട്ട് ഫോം അയോൺസ്. ഫോം ചെയ്യില്ലേ നിങ്ങൾ? സ്വിറ്റർ അയോൺ എന്നുള്ള ഒരു ടേം കേട്ടിട്ടുണ്ടോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമിനോ ആസിഡിന്റെ ഒരു സ്ട്രക്ചർ ആണ് സ്വിറ്റർ അയോൺ എന്ന് പറയുന്നത്. ഒരു ഡൈപോളാർ അയോൺസ് ആണ്. അക്വ സൊല്യൂഷനിൽ അമിനോ ആസിഡ് ഫോം ചെയ്യുന്നതാണ് സ്വിറ്റർ അയോൺസ്. അപ്പോൾ C എന്ന് പറയുന്ന ഓപ്ഷനും തെറ്റാണ്. Then next നോക്കിയേ. all amino acids are non polar. അല്ല, അമിനോ ആസിഡ്സ് പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിന്റെ ഒക്കെ നോട്ട്സ് ഞാൻ എന്റെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അമിനോ ആസിഡ്സിന്റെ സ്ട്രക്ചർ ഓരോ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് കോഡ് ബേസ് ചെയ്തിട്ട് ഞാൻ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ എൻഡ് സ്ക്രീൻ ആയിട്ടോ കമന്റ് ബോക്സിലോ കൊടുത്തേക്കാം. ഓക്കെ. all amino acids are not non polar. പോളാർ അമിനോ ആസിഡ്സ് ഉണ്ട്, നോൺ പോളാർ അമിനോ ആസിഡ്സ് ഉണ്ട്, ബേസിക് ഉണ്ട്, അസിഡിക് ഉണ്ട്. ഓക്കെ. അപ്പൊ B മാത്രമേ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Which polysaccharide is highly branched and serves as a storage in animals? Okay, ഒരു ആനിമൽസിൽ ഉള്ള സ്റ്റോറേജ് ആയിട്ട് ആക്ട് ചെയ്യുന്നതിൽ ആരാണ്? ഗ്ലൈക്കോജൻ ആണ് അല്ലെ. സെല്ലുലോസ് ആണ് പ്ലാന്റിൽ ഉള്ളത്, ഗ്ലൈക്കോജൻ ആണ് ആനിമൽസിൽ ഉള്ളത്. ഓക്കെ. അത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. Triglycerides have 2 fatty acids. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ആ ഒരു പേരിൽ തന്നെ ഉണ്ടല്ലേ.
ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുമ്പോൾ ട്രൈഗ്ലിസറൈഡ്സിൽ 3 ഫാറ്റി ആസിഡ്സ് പ്രസന്റ് ആണ്. 3 ഫാറ്റി ആസിഡ്സ് ആണ് ഒരു ഗ്ലിസറോളുമായിട്ട് അല്ലെ ഒരു ഗ്ലിസറോൾ മോളിക്യൂളുമായിട്ട് കൂടിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. രണ്ടാമത്തെ നോക്കിയേ, ഫോസ്ഫോലിപ്പിഡ്സ് ആർ കംപ്ലീറ്റ്ലി ഹൈഡ്രോഫോബിക് ആണോ? ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയുന്നത് ആംഫിപാത്തിക് ആണ് എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. നെക്സ്റ്റ്, സ്റ്റിറോയിഡ്സ് കണ്ടെയ്ൻ 4 ഫ്യൂസ്ഡ് കാർബൺ റിംഗ്സ്. ഈ ഒരു ഓപ്ഷൻ സ്റ്റിറോയിഡിന്റെ സ്ട്രക്ചർ പഠിച്ചവർക്ക് മനസ്സിലാകും. അതായത് ഒരു കൊളസ്ട്രോളിന്റെ സ്ട്രക്ചർ ആണ് നിങ്ങൾ സ്റ്റിറോയിഡിന് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കുക. അവയ്ക്ക് ഒരു 4 ഫ്യൂസ്ഡ് ആയിട്ടുള്ള റിംഗ്സ് പ്രസന്റ് ആണ്. ഓക്കെ, ആ ഒരു ഓപ്ഷൻ ശരിയാണ്. നെക്സ്റ്റ് നോക്കിയേ, വാക്സസ് ആർ ഗ്ലിസറോൾ ബേസ്ഡ് ലിപ്പിഡ്സ് ആണോ? തെറ്റാണ് അല്ലെ. വാക്സസ് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ്സും ലോങ് ചെയിൻ ആൽക്കഹോളും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, വാക്സസ് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ് പ്ലസ് ലോങ് ചെയിൻ ആൽക്കഹോൾ ആണ്. ആൽക്കഹോൾ കൂടി ചേർന്നിട്ടാണ്, ഗ്ലിസറോൾ കൂടി ചേർന്നിട്ടുള്ളതല്ല എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു ഓപ്ഷനും തെറ്റാണ്. നെക്സ്റ്റ്, അപ്പൊ ആൻസർ വരിക ഏതാണ്? സ്റ്റിറോയിഡ്സ് കണ്ടെയ്ൻ 4 ഫ്യൂസ്ഡ് കാർബൺ റിംഗ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലിപ്പിഡ്സ് ഇസ് എ മേജർ കമ്പോണന്റ് ഓഫ് പ്ലാന്റ് സെൽ മെംബ്രെയിൻ? വളരെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. പ്ലാന്റിന്റെ സെൽ മെംബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മേജർ കമ്പോണന്റ് ഏതാണ്? ഫോസ്ഫോലിപ്പിഡ് ആണ്. നമ്മൾ പഠിക്കുന്നുണ്ട് ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിന്റെ ഒരു സെൽ മെംബ്രെയിന്റെ അൾട്രാ സ്ട്രക്ചർ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോട്ടീനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രോട്ടീനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളവയിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഡീനാച്ചുറേഷൻ എഫക്ട്സ് പ്രൈമറി സ്ട്രക്ചർ. നമ്മൾ പ്രോട്ടീനിന്റെ പ്രൈമറി ടു ക്വാട്ടേണറി വരെയുള്ള സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവലാണ് പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് ഓൾവേസ് ഇൻടാക്റ്റ് ആണ് അല്ലെ, റിമെയിൻസ് ഇൻടാക്ട്. യൂഷ്വലി ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, അതായത് ഡീനാച്ചുറേഷൻ സംഭവിക്കില്ല. പ്രൈമറി സ്ട്രക്ചറിന് ഡീനാച്ചുറേഷൻ സംഭവിക്കില്ല. യൂഷ്വലി ഇൻടാക്റ്റ് ആയിട്ടായിരിക്കും നിൽക്കുക. അപ്പൊ ഓരോ ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. ബി നോക്കാം, ഡീനാച്ചുറേഷൻ ഡിസ്ട്രോയ്സ് പെപ്റ്റൈഡ് ബോണ്ട്. അല്ല, ഡീനാച്ചുറേഷൻ ഒരിക്കലും പെപ്റ്റൈഡ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യില്ല. പെപ്റ്റൈഡ് ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്താ, ഹൈഡ്രോളിസിസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ നോക്കിയേ, ഡീനാച്ചുറേഷൻ എഫക്ട്സ് സെക്കൻഡറി ആൻഡ് ടെറിഷറി സ്ട്രക്ചർ. എങ്ങനെയാണ് സെക്കൻഡറി ആൻഡ് ടെറിഷറി സ്ട്രക്ചറിനെ എഫക്ട് ചെയ്യുക? ഒരു സെക്കൻഡറി ആൻഡ് ടെറിഷറി സ്ട്രക്ചർ വരുമ്പോൾ അതിൽ കൂടുതൽ ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ടായിരിക്കും, അയോണിക് ഇന്ററാക്ഷൻ, ഡൈസൾഫൈഡ് ബോണ്ട് ഒക്കെ ഈ ഒരു സെക്കൻഡറി ആൻഡ് ടെറിഷറി സ്ട്രക്ചറിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും. അതിൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ പ്രോട്ടീനിന്റെ ഷേപ്പിൽ മാറ്റം വരും. ഓക്കെ, അപ്പൊ സി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ശരിയാണ്. ഡി നോക്കിയേ, ഡീനാച്ചുവേർഡ് പ്രോട്ടീൻസ് റീഗെയിൻ ഫങ്ഷൻ ഓൾവേസ്. ഈ ഒരു ഓൾവേസ് എന്നുള്ള ടേം നിങ്ങൾ എന്താ, അങ്ങനെയുള്ള ടേംസ് ഒക്കെ ട്രിക്കി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നോട്ട് ഓൾവേസ് പോസിബിൾ ആണ്. ആക്ച്വലി റീനാച്ചുറേഷൻ എന്ന് പറയുന്നത്, ഡീനാച്ചുവേർഡ് പ്രോട്ടീൻ റീഗെയിൻ എന്ന് പറയുന്നത് റീനാച്ചുറേഷൻ ആണ് അല്ലെ. റീനാച്ചുറേഷൻ ഇപ്പോഴും പോസിബിൾ ആകണം ഇല്ല. മേ ബി പോസിബിൾ ആണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓൾവേസ് പോസിബിൾ എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. അത് എന്താ, ആ ഒരു പ്രോട്ടീനിന്റെയും കണ്ടീഷൻ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു റീനാച്ചുറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബീറ്റാ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ്സ് occurs in plant cell mainly. അപ്പൊ ഇതില് പ്ലാന്റ് സെല്ല് എന്നുള്ള ഒരു ടേം നിങ്ങൾ ഓർക്കുക. ഓക്കെ, സോറി, പ്ലാന്റ് സെല്ല് എന്നുള്ള ടേം നിങ്ങൾ ഇവിടെ എന്താ എംഫസിസ് കൊടുക്കണം. കാരണം ബീറ്റാ ഓക്സിഡേഷൻ ആനിമൽസിലും പ്ലാന്റ് സെല്ലിലും നടക്കുന്നുണ്ട്. ആനിമൽസിൽ ഈ ഒരു ബീറ്റാ ഓക്സിഡേഷൻ നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. ഓക്കെ, ആനിമൽസിൽ നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. പക്ഷേ പ്ലാന്റിൽ മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടല്ല നടക്കുന്നത്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ്ലി ലോക്കലൈസ്ഡ് ചെയ്തിട്ട് ഏതിലാണ്? പെറോക്സിസോംസിലും ഗ്ലയോക്സിസോംസിലുമാണ്. ഓക്കെ, എന്ത് നടക്കുന്നത്? പ്ലാന്റ് സെൽസിൽ ഈ ഒരു ബീറ്റാ ഓക്സിഡേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീറ്റാ ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ജെർമിനേറ്റഡ് സീഡ്സിലൊക്കെ ഈ ഒരു ഗ്ലയോസൈലേറ്റ് സൈക്കിളിലെ ഒരു ഗ്ലയോസൈലേറ്റ് സൈക്കിളിലേക്കാണ്
ആണ് ഈ ഒരു ബീറ്റ ഓക്സിഡേഷൻ ഫാറ്റിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള എന്താണ് ബൈ പ്രൊഡക്റ്റ് കിട്ടുന്നത്? അസറ്റൈൽ കോയെ ആണ് ഈ പ്രോസസ്സ് വഴി കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ്. ആ ബൈ പ്രൊഡക്റ്റ് എന്താ മെയിൻ ആയിട്ട് ഗ്ലയോസൈലേറ്റ് സൈക്കിൾസിലോട്ടാണ് അതിലോട്ടാണ് ഫീഡ് ചെയ്ത് പോകുന്നത് എന്നും കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. മെയിൻ ആയിട്ട് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു സീഡിന്റെ ജെർമിനേഷന് വേണ്ടിയിട്ടുള്ള എനർജി പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ്സ് ഉള്ളതെന്നും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, the next question ഒരു assertion reason question ആണ്. assertion നോക്കിയേ, amino acids exist as zwitter ion in aqueous solution. okay, zwitter ion വളരെ important ആയിട്ടുള്ള ഒരു ടേം ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഡൈ അയോണിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് അല്ലെ. okay, aqueous solutionൽ amino acids zwitter ion ആയിട്ട് പോകുന്നു. കറക്റ്റ് ആണ്, ഓപ്ഷൻ കറക്റ്റ് ആണ് അല്ലെ. amino acids contain both acidic and basic group. നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് ക്യാരക്ടർ ആംഫോട്ടറിക് ആയിട്ടുള്ള ക്യാരക്ടർ ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? രണ്ടും ട്രൂ ആണ്. റീസൺ കറക്റ്റ് ആയിട്ട് അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, the next question, the branching of amylopectin occurs through which type of linkage? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അറിയണമെങ്കിൽ നിങ്ങൾ amylopectinന്റെ എന്താ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പം അതാ പറഞ്ഞത്, ഓരോ കാർബോഹൈഡ്രേറ്റിന്റെയും സ്ട്രക്ചർ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അപ്പൊ അതിൽ amylopectinന്റെ ബ്രാഞ്ചിങ് മെയിൻ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് alpha-1,6 ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴിയാണ്. ഓക്കെ, alpha-1,6 ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, which lipid is primarily involved in energy storage in seeds? okay, seedsൽ എനർജി സ്റ്റോറേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലിപ്പിഡ് ഏതാണ്? ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത് സെൽ മെംബ്രെയിനിൽ ഉള്ളതാണ് അല്ലെ. എനർജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലിപ്പിഡ് ഇതിൽ ഏതാണ്? ട്രൈഗ്ലിസറൈഡ്സ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലിപ്പിഡ്സിന്റെ എല്ലാ ടൈപ്സും അവയുടെ ഫംഗ്ഷനും അവ എവിടെയാണ് പ്രസന്റ് ആയിട്ടുള്ളതെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം ഈ ഒരു പാർട്ട് ഇത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു എന്താ ക്വസ്റ്റ്യൻ സീരീസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു വെക്കുക. അപ്പം സെറ്റ് എക്സാമിന്റെ HSST ബോട്ടണി പഠിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അതർ കോമ്പറ്റേറ്റീവ് എക്സാം നെറ്റിന് പോലും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.